പ്രിയരെ, അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാലത്തിൽ ഈശോയോട് നമുക്ക് ഗാഢമായി പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ അത്ഭുത കരങ്ങളിൽ നിന്നൊരിക്കലും എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കരുതേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുലർകാല വിചിന്തനം നമുക്ക് ധ്യാനിക്കാം. നമ്മളൊന്ന് ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം, ക്രിസ്തു ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഉയർന്ന മലമുകളിലേക്ക് പോകുമായിരുന്നു. അവിടെ അവൻ പ്രാർത്ഥനയിൽ നിരതമായി ജീവിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പൂർത്തീകരിക്കപ്പെടേണ്ട ബലിക്ക് വേണ്ടി അവൻ ഒരുങ്ങിയത് പിതാവുമായുള്ള ആഴപ്പെട്ടൊരു ബന്ധത്തെ രൂപീകരിച്ചുകൊണ്ടായിരുന്നു. കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാൽവരിയെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു കാൽവരിയിലേക്ക് കഷ്ടപ്പാടോടുകൂടെ കയറിപ്പോയവനല്ല, കാൽവരിയെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവനാണ്. അതിലേക്ക് തൻ്റെ യാത്ര തുടരണമെന്നുണ്ടെങ്കിൽ തനിക്ക് കരുത്തും ബലവും ഉണ്ടാകുവാൻ പിതാവുമായിട്ടുള്ള ഗാഢമായ ബന്ധം അനിവാര്യമാണെന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ചു വെച്ചിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങൾക്കും പിതാവുമായവൻ എപ്പോഴും ഒരു ആലോചന നടത്തിപ്പോന്നു. അതായത് അവൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റണമോ, ദൈവവുമായിട്ട് നമുക്കൊരു കൂടിയാലോചന അനിവാര്യമാണ്. ആരാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൗൺസിലർ എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ: ദൈവമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസകൻ, ഏറ്റവും വലിയ വഴികാട്ടി, മെന്റർ ദൈവം തന്നെയാണ്. കാരണം ഈ ദൈവത്തോട് കൂടിയാലോചിച്ച് ജീവിതത്തിന്റെ വഴികൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും അപകടങ്ങളിലേക്ക് പോയിട്ടില്ല, അനർത്ഥങ്ങളിലേക്ക് പോയിട്ടില്ല, ജീവിതം കണ്ണുനീരിന്റെ കയങ്ങൾക്കകത്ത് വീണടിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ദൈവവുമായിട്ട് എവിടെ നമ്മൾക്ക് ഗാഢമായ ബന്ധമുണ്ടോ അവിടെ നമ്മൾ ജീവിതത്തിന്റെ രക്ഷയുടെ ഔന്നിത്യങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് കണ്ണുനീര്, കഷ്ടപ്പാട്? പ്രിയപ്പെട്ടവരെ, കാൽവരി ഇല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഉയർപ്പുണ്ടായിട്ടുണ്ടോ? കണ്ണുനീരിന്റെ വഴികളിലൂടെ കടന്നു പോകാതെ ആർക്കെങ്കിലും ദൈവത്തെ അഗാധമായിട്ടൊന്ന് കണ്ടുമുട്ടുവാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ദൈവവുമായിട്ടുള്ള നിന്റെ അഗാധമായ ഒരു പ്രണയം രൂപീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിനക്ക് കാൽവരികളെ പുൽകിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലും സുഖപരമായ വഴികളിലൂടെ മാത്രം നടന്ന ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് ഒരിക്കലും അയാൾ നടന്നു കയറിയിട്ടില്ല. എവിടെ മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കണോ അവിടെ കണ്ണുനീര് അനിവാര്യമായി മാത്രം മാറിയിട്ടുണ്ട്. ക്രിസ്തുവിനെ തന്നെ പഠിച്ചുകൊള്ളുക. നിങ്ങൾ ഒരു നിമിഷം പോലും ബലമില്ലാതവൻ ജീവിച്ചിട്ടില്ല. ആ ബലം കർത്താവായ ദൈവമായിരുന്നു, യഹോവയായ ദൈവമായിരുന്നു. അവൻ്റെ പ്രാർത്ഥനകൾക്കകത്തേക്ക്, ജീവിതത്തിൻ്റെ വഴികളിലേക്ക്, ഒരാവശ്യത്തിന് മുമ്പിൽ നിന്ന് ക്രിസ്തു കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അപ്പോൾ അത് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. മുമ്പിൽ വിശന്നിരിക്കുന്നവരുടെ മുമ്പിലേക്ക് അപ്പം വിളമ്പുവാൻ വേണ്ടി 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ചിട്ട് പിതാവേ ഇത് ഇവർക്ക് അനുഗ്രഹമായി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് 5000-ലധികം പേർക്ക് കൊടുക്കുവാൻ ഉപകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതം. നീ പ്രകാരം ഒന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിന്റെ കയ്യിലിരിക്കുന്ന 5 രൂപയാണെങ്കിൽ അത് ദൈവം നിനക്ക് അനുഗ്രഹമാക്കി പെരുക്കി തരും. ദൈവം നിനക്ക് അതിനുള്ള വഴികൾ ഒരുക്കി തരും. ഇവിടെയാണ് പ്രാർത്ഥനയുടെ മഹാശക്തി. ഒന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. കൃപയും അനുഗ്രഹവും സമാധാനവും എൻ്റെ ജീവിതത്തിലൂടെ നൽകുകയും ചെയ്യണമേ. ആമേൻ.